നമസ്കാരം. KSRTCയുടെ വിനോദയാത്രാ പദ്ധതിയായ ബജറ്റ് ടൂറിസം സെല്ലിൻ്റെ വികാസ് ഭവൻ ഡിപ്പോയുടെ 100ാമത് വിനോദയാത്രയുടെ ആഘോഷ കാഴ്ചകളുടെ 3ാമത്തെയും അവസാനത്തെയും എപ്പിസോഡായ ഈ വീഡിയോയിൽ ശ്രീകാര്യം ദി ഹോളി ട്രിനിറ്റി സ്കൂളിൽ നടന്ന ആഘോഷ സമ്മേളനത്തിൻ്റെയും സമ്മാനദാനത്തിൻ്റെയും ആദരിക്കലിൻ്റെയും നറുക്കെടുപ്പിൻ്റെയും കൂട്ടായ്മ കുടുംബാംഗങ്ങൾ ബാലബാലിക ഭവനിലെ കുട്ടികൾക്കായി കൊണ്ടുവന്ന ഉപകാരങ്ങളുടെ സമർപ്പണവും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി നടന്നുവരുന്ന KSRTCയുടെ ബജറ്റ് ടൂറിസം പദ്ധതിയിൽ പങ്കുചേർന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിൻ്റെ മനോഹര പ്രകൃതി ഭംഗിയും ഹിഡൻ സ്പോട്ടുകളും കണ്ടറിയുക, മനോഹാരിത ആസ്വദിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഡിസംബർ മാസം 23-ാം തീയതിയാണ് ബഡ്ജറ്റ് ടൂറിസം വികാസ് ഭവനിൽ ആരംഭിക്കുന്നത്. എൻ്റെ ആദ്യത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ജനുവരി മാസം 12-ാം തീയതിയായിരുന്നു. ആ ട്രിപ്പിൽ വന്ന ആൾക്കാരിലൂടെ ഉണ്ട്. നമ്മുടെ ശശികരനാണ് നമ്മുടെ ആദ്യത്തെ ട്രിപ്പിലൂടെ ഇപ്പോൾ സ്റ്റേജിക്കൊണ്ട് ആദ്യത്തെ ട്രിപ്പിൽ വന്ന ആളാണ്. ജനുവരി മാസം 12-ാം തീയതി ആരംഭിച്ച് കഴിഞ്ഞ നമ്മൾ 100ാമത്തെ ട്രിപ്പിൽ നിൽക്കുകയാണ്. ഏകദേശം 10 മാസം കൊണ്ടാണ് നമ്മൾ 100 ട്രിപ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് സപ്പോർട്ട്, അത് എൻ്റെ ഇതിനുള്ള പ്രയാണമാണ്. ഇതിനകത്ത് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത ഒരാളാണ്. ഇപ്പോഴും അതിന് മുന്നോട്ട് ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവരും സംഭവിക്കുന്നത് എല്ലാവരും അതിനെക്കുറിച്ചൊന്നും വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പക്ഷേ ഇതിൽ നമുക്ക് ചില വ്യക്തികൾ നമുക്ക് മറക്കാതിരിക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ സപ്പോർട്ടാണ് നമ്മുടെ ATO പ്രസാദ് സാറ്. സാറിൻ്റെയൊക്കെ ഭയങ്കര സപ്പോർട്ടുണ്ട്, ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡിപ്പോ എഞ്ചിനീയറായിട്ടുള്ള ഹരി സാറ്. കാരണം നമ്മുടെ ഈ ബസ്സിലേക്ക് സാറ് 1.5 മാസം BTCക്ക് വേണ്ടിയിട്ട് പണി ചെയ്ത് നമ്മളതിനകത്ത് പെർമനൻ്റായിട്ട് നമ്മൾ സൗണ്ട് സിസ്റ്റമൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്ന ഒരു വണ്ടിയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബഡ്ജറ്റ് ടൂറിസം ബന്ധപ്പെട്ട്. അതുപോലെ നമ്മുടെ ജനറൽ മനോജ് സാറ്, പിന്നെ ഇതിൽ നമ്മുടെ മുന്നിലിരുന്ന ജനറൽ ആയിട്ടുള്ള രാജേഷ് സാറ്, പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട് എടുത്ത് പറയേണ്ട ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ ഈ വികാസ് ഭവൻ്റെ ബഡ്ജറ്റ് ടൂറിസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾ ആ ഒരു തുടക്കം. അന്ന് തുടങ്ങിയത് ഏകദേശം ഇതുവരെ ആയിട്ട് നമ്മൾ താഴോട്ടല്ലാതെ മുകളിലോട്ടല്ലാതെ താഴോട്ട് വന്നിട്ടില്ല. പിന്നെ ആ ടാർഗറ്റ് അച്ചീവ്മെൻറ്റിൽ ഈ കഴിഞ്ഞ 3 മാസമായിട്ടും കോർപ്പറേഷനിൽ തന്ന ടാർഗറ്റാണ്. ആ ടാർഗറ്റിൻ്റെ മേലെ എല്ലാ മാസവും 140-150% നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന യാത്രക്കാരായിട്ടുള്ളവരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഇരിക്കുന്ന മുഴുവൻ പേരും എന്നോട് പല ട്രിപ്പുകളിൽ വന്നിട്ടുള്ളവരാണ്. അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട KSRTC ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാർ ഇവർക്കൊരു വാട്സപ്പ് കൂട്ടായ്മയാണ്. നമ്മുടെ സ്ഥിരം വരുന്ന ആൾക്കാരുടെ ഒരു ഫാമിലി ഗ്രൂപ്പ്. ആ ഫാമിലി ഗ്രൂപ്പ് ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും അവരെല്ലാവരും കൂടെ സഹകരിച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. കാരണം അവരുടെ BTC വികാസ് ഭവൻ ഫാമിലി എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്. ഒരു 40 പേരെ അതിനകത്തുള്ളൂ. സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് യാത്രക്കാർ അവരെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ വേറെ ഒരു പാസഞ്ചേഴ്സിനെ അറിയിച്ചിട്ടില്ല. കാരണം അറിയിക്കാന്നുണ്ടെങ്കിൽ ഒത്തിരി പേര് അവരുടെ ഈ ഇതൊന്നും പോരാ, അത്രയ്ക്ക് ആളുണ്ടായിരുന്നു. പിന്നെ ഫാമിലി ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. സാർ, നമ്മുടെ ഇന്നത്തെ ഫുഡെല്ലാം അറേഞ്ച് ചെയ്തത് ഡോക്ടർ മധു സാറാണ്. നമ്മുടെ ഒരു യാത്രികനാണ്, സ്ഥിരമായിട്ട് വരുന്നതിന് നല്ലൊരു ഗായകനാണ്. നിങ്ങൾ വന്നപ്പോൾ സാർ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മൂഹാംബിക ട്രിപ്പിൽ ഒരു പരാതിയോടെ എല്ലാവരോടും സാർ പറഞ്ഞായിരുന്നു. കാരണം കഴിഞ്ഞ പോയ മൂഹാംബിക ട്രിപ്പിൽ സാറുണ്ടായിരുന്നു.
സാർ ഒരു പാട്ട് പാടാൻ അവസരം കൊടുത്തിട്ട് സാറ് എത്ര പാട്ട് സാറാണ് പാടിച്ചത്? സാറാണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം മുഴുവൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സാർ ഇതെല്ലാം സ്പോൺസറാണ്, ഓരോരുത്തരും ഓരോന്നും ചെയ്തതാണ്, എല്ലാ യാത്രക്കാരും ചെയ്തതാണ്. ഇപ്പോൾ മധു സാറിനെ വളരെ ഇതുപോലെ തന്നെ നമ്മുടെ സൗഹൃദ കൂട്ടായ്മയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അദ്ദേഹം ഒന്ന് കറക്റ്റ് സമയത്ത് വന്നു. 2 ഓൺലൈൻ മീറ്റിംഗ് അദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഉടനെ ഞങ്ങളെ വിളിച്ചു. പക്ഷേ ഞങ്ങൾക്ക് മുന്നേ വന്ന എത്രയോ പേര് അവിടെ കോഴിക്കോട് നിന്നും പത്തനംതിട്ടയിൽ നിന്നൊക്കെ വന്നവരാണ് വെയിറ്റ് ചെയ്തത്. അങ്ങനെ കണ്ടു. നല്ല ഒരു എനർജറ്റിക്കായ ഒരു മനുഷ്യനാണ്. അപ്പോൾ നമുക്ക് വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒന്നും അറിയില്ല. വളരെ സ്നേഹത്തോടെ. പക്ഷേ അദ്ദേഹം ഇന്നൊരു പേഴ്സണൽ ആവശ്യത്തിന് നേരത്തെ ടിക്കറ്റൊക്കെ എടുത്ത് പോയത് കാരണം ഇന്ന് 7 മണിക്കാണെങ്കിൽ ഫംഗ്ഷൻ വരാനുള്ളൂ. ഞാൻ എന്തായാലും ആ കാര്യം എനിക്ക് എത്തുന്നത് കറക്റ്റ് അദ്ദേഹം താമസിക്കുന്നത് ഞങ്ങോട്ട് നോക്കാം. നെക്സ്റ്റ് ഒരാളിനെ പറയണമെന്ന് പറഞ്ഞു. ഉദയകുമാർ സാറിനെ അഭിമാനിക്കാം. അദ്ദേഹത്തിൻ്റെ നാക്കിൽ ആദ്യം വന്നത് നിങ്ങൾ ഉദയനെ വിളിച്ചോളൂ. ഞങ്ങൾ ഉദയകുമാർ സാറിനെ നേരത്തെ വിളിച്ചു. അപ്പോൾ ഉദയകുമാർ സാറും പറഞ്ഞു CMD ഇൻവൈറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞതാണ്. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ തന്നെ KSRTC ഇന്ന് സമൂലമായിട്ടുള്ളൊരു മാറ്റത്തിൻ്റെ പാതയിലാണ്. ഈ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് 2021 നവംബർ മാസത്തിൽ ബജറ്റ് ടൂറിസം സെല്ലെന്ന് പറയുന്ന ഈ ഒരു പദ്ധതിക്ക് അന്നത്തെ CMD ആയിട്ടുള്ള ശ്രീ ബിജു പ്രഭാകർ സാറ് ആരംഭം കുറിക്കുന്നത്. അന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് 2 കാര്യമായിരുന്നു. ഒന്ന്, KSRTCയിൽ സർവീസ് നടത്താതെ കിടക്കുന്ന സ്പെയറായിട്ടുള്ള ബസ്സുകളെ കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം തന്നെ രണ്ടാമത്, അന്ന് കോവിഡ് കാലമായിരുന്നു. കോവിഡ് കൊണ്ട് വീട്ടിനകത്ത് അടച്ചിരിക്കാൻ നിർബന്ധിതരായിട്ടുള്ളവരെ പുറത്തേക്ക് യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഈ 2 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ബജറ്റ് ടൂറിസം സെല്ല് ആരംഭിക്കുന്നു. അങ്ങനെ ട്രിപ്പുകൾ ആരംഭിച്ച സമയത്ത് നമുക്കറിയാം KSRTCയുടെ ജീവനക്കാർ സാധാരണയായിട്ടുള്ള ട്രിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്ത് മാത്രം പരിചയമുള്ളവരാണ്. അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ പരിചയമില്ല, ടൂറ് നടത്തിയിട്ടുള്ള പ്രാഗൽഭ്യമില്ല, അതിൻ്റെ മറ്റ് സംഗതികൾ അറിയില്ല. പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിലും അങ്ങനെ ഒരു ലക്ഷ്യം ബഹുമാനപ്പെട്ട CMD കൊടുത്ത സമയത്ത് അന്നുണ്ടായിരുന്ന ശ്രീ അജിത്ത് അന്നില്ല, പക്ഷെ അജിത്തിനെ പോലെയുള്ള 100 കണക്കിന് കോർഡിനേറ്റർമാർ, അന്ന് ജയകുമാറൊക്കെ അന്ന് മുതലേ ഉള്ളവരാണ്. ഈ കോർഡിനേറ്റർമാർ കേരളത്തിലാകമാനം അവർ നിരവധി വരുന്ന ട്രിപ്പുകൾ ആസൂത്രണം ചെയ്യുകയും അത് വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ സ്വയാർജിതമായി തന്നെ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആരുടെയും നിർദ്ദേശമോ പ്ലാനിങ്ങോ മറ്റു കാര്യങ്ങളോ ഇല്ല. പക്ഷെ അവരുടെ ആ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കേരളത്തിൽ അറിയപ്പെടാതിരുന്ന 100 കണക്കിന് സ്ഥലങ്ങളുടെ ടൂറിസം പൊട്ടൻഷ്യൽ മനസ്സിലാക്കുവാനും അത് മനസ്സിലാക്കി ആ സ്ഥലങ്ങളെ വികസിപ്പിക്കുവാനും സാധിച്ചു. ധാരാളം സ്ഥലങ്ങൾ അങ്ങനെ എടുത്തു പറയേണ്ടതുണ്ട്. അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള വ്യക്തികൾക്ക് പോലും ഇവിടെ ടൂറിസം സാധ്യതകൾ ഉള്ളതായിട്ട് അറിയാതിരുന്ന പ്രദേശങ്ങളെ നമ്മുടെ കോർഡിനേറ്റർമാരുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ സാധിച്ചു എന്നുള്ളതാണ്. പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള പരിമിതികളുണ്ട് എങ്കിൽ പോലും ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി മെച്ചപ്പെടുത്താൻ മ്യൂസിക് സിസ്റ്റം ആയാലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളായാലും ഇവരുടെ സേവനങ്ങളായാലും എല്ലാം നമ്മൾ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനം നടത്തി വരുന്നു. അയച്ചത് ഏറ്റെടുക്കാനായിട്ട് പറഞ്ഞ പോലെ തന്നെ ഒരു 15 വർഷം സമയം ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഈ സിറ്റി യൂണിറ്റിലെ ജില്ലാ ഓഫീസ് ആയിരുന്നത് ഞാൻ അതിനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതിലൂടെയാകുമ്പോൾ ജില്ലാ ഓഫീസിൽ പോയിട്ട് അവിടെ ജില്ലാ കോർഡിനേറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാമെന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 10-15 ദിവസം കഴിച്ചവരെ അവിടെ പോയി ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുകയും നവംബറിൽ 2024 നവംബറിൽ ആരംഭിച്ചത്
ഡിസംബറിൽ ആരംഭിച്ചത് ഇപ്പോൾ 10 മാസം ആയപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് 100 ട്രിപ്പ് പൂർത്തിയാക്കാൻ സാധിച്ചതെന്നുള്ളത് വളരെ ബഹുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്താണ് ഐക്യത്തിൻ്റെ പ്രവർത്തനം എന്നുള്ളതാണ്. ഒരു നിളാ പുരസ്കാരം അദ്ദേഹത്തിൻ്റെ തോറ്റവരെന്ന് പറയുന്ന നോവലിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞങ്ങൾ BGC തരത്തിൽ ആദരിക്കുന്നു. പ്രസാദ് സാറിന് അദ്ദേഹത്തെ കൊടുക്കുന്നതിനോട് ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നമുക്ക് 2 വാക്കാണ്. അതിൽ 1 വാക്കായി ഞാൻ ചോദിക്കുകയാണ്. കേരളത്തിന് സാംസ്കാരിക അവസരത്ത് യാത്രകൾ കൊണ്ട് ജനതയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന് തെളിയിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു പൊതുമേഖലാ സംവിധാനം അതായത് KSRTC ശ്രമിക്കുകയും കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും തന്നെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുകയും അത് വിജയകരമായി കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പുതിയ സംസ്കാരത്തിന് തുടക്കമിട്ട KSRTCക്കും ഒപ്പം തന്നെ എൻ്റെ പങ്കാളിയാകുന്ന എല്ലാ സഞ്ചാരികൾക്കും എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. ഇങ്ങനെ ഒരു ആദരവ് എനിക്ക് നൽകാൻ സന്മനസ് കാണിച്ച ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും സാക്ഷ്യം വഹിച്ച നിങ്ങൾക്കും ഈ സന്ധ്യയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ഉല്ലാസയാത്രയുടെ ഈ ഒരു സഞ്ചാരി കൂട്ടായ്മയിലെ അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ അതിൽ സഹകരിക്കുന്ന എല്ലാവരോടും ആദ്യമേ തന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തോടു കൂടി അത് രേഖപ്പെടുത്തുകയാണ്. ഈ അവസരത്തിൽ ബാലഭവനിലെയും ബാലിക ഭവനിലെയും കുട്ടികൾ നന്നായിട്ടൊന്ന് ക്ലാപ്പ് ചെയ്ത് കാലഘട്ടങ്ങളിൽ കൊട്ടാരക്കര 5-ൽ നിന്ന് കൊട്ടാരക്കര വരെ KSRTCയിലാണ് ഭൂരിഭാഗം യാത്ര ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ കുട്ടികൾ ഒരുമിച്ച് കയറുമ്പോൾ അതിൽ പലരും നിൽക്കും, പലരും ഇരിക്കും. ആ നിൽക്കുന്നവരുടെയൊക്കെ ഭാഗം ഇരിക്കുന്ന ഞങ്ങളുടെ മടികളിലാണ് ഇരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന പരിപാടി ഏറ്റവും ആദ്യത്തെ സീറ്റിൽ പോയിരിക്കും, കണ്ടക്ടറിന് നേരെ ഓപ്പോസിറ്റുള്ള സീറ്റിൽ. അവിടെ ആകുമ്പോൾ അധികമാരും വരത്തില്ല. അങ്ങനെ ഈ യാത്രയുടെ മനോഹാരിതയൊക്കെ വളരെയധികം മനസ്സിലാക്കിയിട്ടുണ്ട്, വളരെ ശാന്തമായിട്ട്. അതാണ് 1ാം സമ്മാനം. നമ്മൾ അതിൻ്റെ കൂടെ ഒരു 3 പേർക്ക് ഒരു പ്രോത്സാഹന സമ്മാനം കൂടെ ഉണ്ട് കേട്ടോ. 1ാം സമ്മാനം സാർ, അത് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിനകത്തുള്ളവർ മാത്രം പേരെഴുതിയിട്ട ഒരു ലക്കി ടിപ്പാണ്. നമ്മളൊരാളെ വിളിക്കും, ഒരാൾ വന്ന് അതിൽ നിന്ന് ഒരു ആളുടെ പേരെടുക്കണം. നറുക്കെടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന ആൾ കയറി വരണം. ഹേഷ്മ മകേഷ്. ഗീത മകേഷ് സമ്മാനം പ്രോത്സാഹന സമ്മാനം പറയുന്നത് എനിക്ക് അതിന് സംശയമുണ്ട്. ഇതൊരു പ്രോത്സാഹന സമ്മാനമാണ്. ഓക്കെ, ലതിക ദേവി സമ്മാനം കഴിച്ചു. നമുക്ക് പ്രോത്സാഹന സമ്മാനമാണ്. അതൊക്കെ എടുത്തിരിക്കുന്ന എസ് മോഹനൻ. ആ കൊച്ചിനെ സ്നേഹത്തോട് വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നി എന്തെങ്കിലും പത്രം കൊടുത്തതായിരിക്കും എന്നുള്ളതായിരിക്കും.
ആ യെസ് വിജയചന്ദ്രനാണ്. പുള്ളി വന്നിട്ടില്ല, വന്നിട്ട് പോയി. അപ്പോൾ അത് മാറ്റി വെച്ചു. ശോഭ സാവിത്രിയെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. 2019 ശേഷം ഈ കുട്ടികളെ എങ്ങും കൊണ്ടുപോയിട്ടില്ല. ആകെ കൊണ്ടുപോകുന്നത് പരിമള പള്ളിയിലും പള്ളികളൊക്കെ സന്ദർശിച്ച് വരികയായിരുന്നു പതിവ്. എന്നാൽ അതിന് മുമ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വേളിയിൽ കോവളം ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ 2019 ശേഷം ഇന്നാണ് ഈ കുട്ടികൾ പുറത്ത് പോയി ആസ്വദിക്കുന്നത്. ഒരു വിനോദ വേളയിൽ ഏർപ്പെട്ടതും എല്ലാം ഇന്നത്തെ ദിവസമാണ്. കുറേ വർഷങ്ങളായിട്ട് പോകാതിരുന്നിട്ട് ഇന്ന് അവർ ശരിക്കും എൻജോയ് ചെയ്തു. അവരുടെ സന്തോഷം കണ്ടിട്ട് എനിക്ക് തന്നെ സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. കാരണം അവർ പോകാതിരുന്നിട്ട് ഇന്ന് പുറത്തു പോയപ്പോഴത്തേനും അവരുടെ എന്താണെന്ന് അറിയില്ല, അവരുടെ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ഇന്ന് വിട്ടു. ഇനിയും ഇരുമൂന്ന് പറയും ഇവിടെ പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. BTC ടൂറ് 100 കഴിഞ്ഞ് 200, 300 ഒക്കെ ആകട്ടെ എന്നുള്ളൊരാഗ്രഹമുണ്ട്. അതും വളരെ വേഗത്തിൽ തന്നെ ആകാനുള്ളൊരു ഇത് നടത്തട്ടെ എന്നുള്ളതും അതിന് അജിത്ത് ചുക്കാൻ പിടിക്കട്ടെ എന്നുള്ളതും. KSRTC വികാസ് മണ്ഡിപ്പ തിരുവനന്തപുരം ജില്ലയുടെ നോർത്ത് ഡിവിഷനിലെ ഒരു മാതൃപരമായിട്ടുള്ള ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ട്രിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന വികാസ്